ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിപ്പോൾ വീഡിയോസൊന്നും അധികം കാണാറില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ബാക്ക് ടു ട്രാക്ക് ആവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇതിപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ രാത്രിയൊക്കെ ഇപ്പോൾ നേരം വൈകിയാണ് ഉറങ്ങുന്നത്. നേരം വൈകി തന്നെയാണ് രാവിലെ എണീക്കുന്നത് കേട്ടോ. ഡോണു ആണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ട് എന്നെ കുത്തിപ്പൊക്കും. എനിക്ക് അലാം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോണു ആണ് എൻ്റെ അലാം. അവൻ എണീറ്റിട്ട് മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ തല്ലാണ് കേട്ടോ. അതോടുകൂടി ഞാൻ എണീക്കും കേട്ടോ. അങ്ങനെ അതേ അമ്മയാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ട് വെയിൽ വന്നപ്പോഴത്തേക്കും പുളി കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. കൊട്ടയിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ അമ്മയുടെ കയ്യിൽ ഡോണുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ പോയത്. അപ്പോഴത്തേക്കും ഏതപ്പൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതപ്പനെ പൊക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടോ. അവനൊന്ന് പാമ്പർ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ. അപ്പോഴത്തേക്കും ഒരാൾ അമ്മയുടെ തോളത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാലിന് ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചെരുപ്പ് തട്ടി തട്ടി ഊരി കളയാണ് കേട്ടോ ബെഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടുപേരും എണീക്കുമ്പോൾ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യണം. രണ്ടുപേരെയും ഒന്ന് കൊഞ്ചിച്ച് അളിച്ചൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ലതായിരിക്കുള്ളൂ. ചില സമയത്ത് എണീക്കുമ്പോൾ ഭയങ്കര അലമ്പായിട്ടായിരിക്കും കേട്ടോ എണീക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ഫ്ലോപ്പായിരിക്കും കേട്ടോ. ഇവന്മാർ എണീക്കുമ്പോൾ അറിയാം നമുക്ക് നല്ല ദിവസമായിരിക്കുമോ പൊട്ട ദിവസമായിരിക്കുമോ എന്നുള്ളത്. കരഞ്ഞ് പിഴിഞ്ഞ് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ഫുൾ ഡേ അത് തന്നെയായിരിക്കും മേളം. അങ്ങനെ കുരിശൊക്കെ വരപ്പിച്ച് അമ്മ അവനെ പൊക്കാണ് കേട്ടോ. പകലിപ്പോൾ നേരം വൈകി എണീക്കണ കാരണം ആശാന് ഫുഡ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ നല്ലോണം താളം തെറ്റിയേക്കണം കേട്ടോ. ഇപ്പോൾ 10 മണി 11 മണിയൊക്കെ ആവും എണീക്കുമ്പോൾ. കാരണം രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത്. 12:30 1 മണിയൊക്കെ ആവും. നേരത്തെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞാലും അവന് കുറേ കളിപ്പാട്ടങ്ങളും കുറേ കാറൊക്കെ ഉണ്ടാവും ചുറ്റിനും. അതൊക്കെ ഇങ്ങനെ വെച്ച് അവൻ തന്നെ ഇങ്ങനെ ഇരുന്ന് കളിച്ച് കിടന്ന് തന്നെ കളിക്കുള്ളൂ. അങ്ങനെയൊക്കെ കളിച്ച് ഉറങ്ങുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ രൂപത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെയും ഏതപ്പൻ്റെയും കുറച്ച് ടൈമാണ് കേട്ടോ ഇത്. എനിക്ക് ഇവനിങ്ങനെ കിടക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇപ്പോൾ വലുതായി വരണ കാരണം ഇവന്മാരൊന്നും കിടത്താനായിട്ട് കയ്യിൽ കിട്ടുന്നില്ല. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുൾ ടൈം കിടക്കും കേട്ടോ. പക്ഷേ ഡോണും അങ്ങനെയല്ല, ഫുൾ ടൈം എൻ്റെ ഒക്കത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ എനിക്ക് കിട്ടണേ ഇല്ല കേട്ടോ. ഫുൾ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ചാട്ടം കളിയൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ അടുത്ത് കിട്ടാറുള്ളത്. ആ കിട്ടണ സമയം ഞാൻ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെയുള്ള പിള്ളേരുടെ കൂടെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് യാച്ചന അയച്ചു കൊടുക്കുക. അതാണ് എൻ്റെ മെയിൻ ഹോബി കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മുറ്റൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ഏതപ്പനും എല്ലാവരും കൂടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വെള്ളം ചെടിമയ്ക്കായിരിക്കില്ല ഒഴിക്കണത്, ഫുള്ള് പുറത്തേക്കായിരിക്കും പോവുക. ചെടിമയ്ക്ക് ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ കുറച്ച് നേരം ഒഴിച്ചിട്ട് പിന്നെ ഫുള്ള് ഈ മുറ്റത്തേക്കായിരിക്കും അവൻ ഒഴിക്കുക. അപ്പോൾ കുറേ വെള്ളം വേസ്റ്റായി പോവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അവൻ കാണാണ്ട് പോയി പൈപ്പ് ഓഫ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യോ മോനെ ടാങ്കിലെ വെള്ളം കഴിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞ് അവനെ ജസ്റ്റ് ഒന്ന് പറ്റിക്കും കേട്ടോ. ഞങ്ങൾക്ക് 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ പിടിപ്പിച്ചിട്ടുള്ള ഏതപ്പൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുള്ള് നനച്ച കാരണം ഡ്രസ്സൊക്കെ നനഞ്ഞ്. അങ്ങനെ 2 പേരെയും ഡ്രസ്സ് മാറ്റി, അമ്മയും ഡ്രസ്സ് മാറി, എല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ കാണാവേ. കേക്കെത്തി സർപ്രൈസ്. ഇത് 10 പേപ്പർ. ദൈവമേ, അവനിനി സർപ്രൈസ് ആവോ? സർപ്രൈസ് ആയില്ലെങ്കിൽ അവിടെ സർപ്രൈസ് വരും. നെടിച്ചടിച്ച് നിലവിളിക്കും. പൂനിക്കാന്നോ? ഡോർ ഓൾറെഡി തുറന്നുണ്ട്. ആ ഇനി ആവും നമുക്ക് സർപ്രൈസ്. ആ സർപ്രൈസ് ആവും, സർപ്രൈസ് ആവും, പ്ലീസ് സർപ്രൈസ് ആവും. അല്ലെങ്കിൽ സർപ്രൈസ് ആയി പാടിയാ അങ്ങനെ കാണിക്കണ. എടാ നിന്റെ പെണ്ണാണ് പറഞ്ഞ അല്ലെങ്കിൽ വലിയത്.
അവളൊന്നുമില്ല, ഞാൻ വീഡിയോ എടുത്ത്. പനി കുറഞ്ഞ്. ആ നോക്ക് നോക്ക് പറ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ സർപ്രൈസ് ഞാൻ ചാച്ചന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അനുചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ചേച്ചിക്കാണെങ്കിൽ ഓൾറെഡി വയ്യാണ്ടിരിക്കണമായിരുന്നു, എന്നാലും ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സും കേക്കൊക്കെ വാങ്ങിയിട്ട് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ സെബിൾ സർപ്രൈസായി ആവുമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സർപ്രൈസ് കൊടുത്തിട്ട് പുള്ളി സർപ്രൈസ് ആവാത്തതുകൊണ്ട് ഞാൻ കരഞ്ഞ് മെഴുകിയതൊക്കെ അവന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സർപ്രൈസ് ആവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വെഡ്ഡിങ് ആനിവേഴ്സറി ക്ലിപ്പ് എല്ലാവരും കണ്ടല്ലോ. പിന്നെ ആ വീഡിയോയിൽ മാഞ്ഞു മാറിപ്പോയത് വേറെ ഒന്നുമല്ല, ബിരിയാണി പായസമായിരുന്നു കേട്ടോ. അത് വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ പപ്പ എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നു കേട്ടോ. പപ്പയുടെ ഓംലെറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, രക്ഷയില്ലാത്ത ഓംലെറ്റാണ്. അങ്ങനെ അതും കഴിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേരായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡൊക്കെ ചെയ്തിരുന്നു. ഡോണു ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലുതായി വരുന്തോറും നല്ലപോലെ കുറുമ്പായിട്ടാണ് കേട്ടോ വരുന്നത്. ഡോണു എന്ത് കുറുമ്പത്തരം ചെയ്യുന്നു അതൊക്കെ കണ്ടുപഠിക്കുകയാണ് ചേട്ടൻ. സാധാരണ ചേട്ടന്മാരെ കണ്ടാണ് അനിയന്മാർ പഠിക്കുന്നത്, നേരെ തിരിച്ചാണ് കേട്ടോ. അനിയനെ കണ്ടിട്ടാണ് ചേട്ടൻ പഠിക്കുന്നത്. മുമ്പൊക്കെ ഡോണുവിന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ് കേട്ടോ. ഏതപ്പന് ഡോണുവിനെ ഭയങ്കര പേടിയാണ്, വേറൊന്നുമല്ല. പക്ഷെ പേടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതപ്പൻ്റെ ശരീരം വേദനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം തിരിച്ചു കൊടുക്കും കേട്ടോ. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഡോണു പണ്ടൊക്കെ ഒന്നും അതായത് ഏതപ്പൻ്റെ നിന്ന് കിട്ടിയത് മുഴുവൻ വാങ്ങിച്ച് നിൽക്കുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഡോണും തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവന്മാരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ചില സമയത്ത് ദേഷ്യം വരുമെന്നുണ്ടെങ്കിലും ചില സമയത്ത് നല്ല രസമൊക്കെയാണ്. പിന്നെ അതേ അപ്പാപ്പനും മോനും കൂടി തമ്മിൽ ഭയങ്കര യുദ്ധവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ഒരു ചെയർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയർ മുഴുവൻ ഇങ്ങനെ താഴേക്ക് ഇടുക. എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും, അതായത് നമ്മൾ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട ഇവന്മാർക്ക്, ബാക്കി എല്ലാ സാധനങ്ങളും മാത്രം മതി കേട്ടോ. ഉള്ള കളിപ്പാട്ടങ്ങൾ മുഴുവനും, അതായത് സൈക്കിള്, ജീപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ വർക്ക് ഏരിയയിൽ കൊണ്ട് പൂട്ടി വെച്ചേക്കാണ്. കാരണം ഇവന്മാർക്ക് അത് വേണ്ട. ഇതേപോലെ കസേര അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതേപോലെ റിമോട്ട്, AC റിമോട്ട്, ഇതേപോലെ ചട്ടകം, കയ്യിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാത്രം മതി കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളത് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഡോണുവിനെ ഞാൻ താഴെ നിർത്തിയില്ല, കാരണം ഡോണുവിന് ഒരു തവണ ഞങ്ങൾ താഴെ നിർത്തി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനുള്ള ഹോർലിക്സിൻ്റെ ചെപ്പും അതും ഇതൊക്കെ താഴേക്ക് വലിച്ചു വാരി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഡോണുവിനൊക്കത്ത് തന്നെ ഇരുത്തിയേക്കായിരുന്നു, താഴെ നിർത്തിയതേ ഇല്ല. പിന്നെ ഏതപ്പം പിന്നെ ഇത്രയും ആയല്ലോ, അപ്പോൾ അവനൊന്നും വലിച്ചു വാരി ഇടലും കാര്യങ്ങളൊന്നും ഇല്ല. അത് കാരണം പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആശാൻ വലിയ കാരണവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു കോർണർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇവന്മാരുടെ കുറേ കളിയും ബഹളമൊക്കെ കാണായിരുന്നു കേട്ടോ. അവിടെ കുറേ സ്ലൈഡേഴ്സും അതേപോലെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതപ്പൻ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ കളിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഡോണുനും കളിക്കാനൊക്കെ ആദ്യം ഒരു ഇച്ചിരി വിമിഷ്ടമുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ കളിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഡോണും ഇറങ്ങി കേട്ടോ. എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ആണ്. കാരണം താഴെ അമ്മമാരൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മുകളിൽ പിള്ളേരെയും കൊണ്ട് ആരെങ്കിലുമൊക്കെ കളിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് സമാധാനത്തോടുകൂടി, അമ്മമാർക്കായാലും അപ്പന്മാർക്കായാലും ആർക്കായാലും പിള്ളേരെ കൊണ്ടുവരുന്നവരാണെങ്കിലും സമാധാനത്തോടു കൂടി താഴെ നിന്നിട്ട് പർച്ചേസ് ചെയ്യാം. ആരെങ്കിലും പിള്ളേരുടെ കൂടെ മുകളിൽ ഉണ്ടായാൽ മാത്രം മതിയല്ലോ. എന്തായാലും ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം അവരുടെ കൂടെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഒരു പെരുന്നാൾ കൂടാനായിട്ട് മറ്റേ ലൈറ്റ്സ് ഓൺ കർമ്മം ഉണ്ടായിരുന്നു. ഇപ്പം അമ്പ് പെരുന്നാളിൻ്റെ സീസണാണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാളവള്ളിപ്പുറത്ത് പോയത്. അപ്പോൾ നമുക്കിനി ലൈറ്റ്സ് ഓൺ കാണാം കേട്ടോ, നല്ല രസമുണ്ട്.
അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ ചോറും കറികളൊക്കെ കൂട്ടി അങ്ങ് വെച്ചിട്ട് അങ്ങനെ നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ മുട്ടക്കറി ഉണ്ടായിരുന്നു, മുട്ടക്കറി മാത്രമായിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.